എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ഏറ്റവും വലിയൊരു സ്വപ്നമാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ളൊരു വീട് നമുക്ക് സ്വന്തമാക്കാൻ കഴിയുക എന്നുള്ളത്. അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വീട് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ സ്വന്തമാക്കി. ഒരു വീട് എന്നുള്ളത് എനിക്ക് തോന്നുന്നു സിനിമയിലൊക്കെ വന്ന് തുടങ്ങിയ കാലം മുതലുള്ള ഒരാഗ്രഹമാണ്. എങ്ങനെയാണ് എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ്, എന്താണ് എൻ്റെ ഈ വീട്, എന്താണ് എൻ്റെ മൊമെൻറ്റ്സ് എന്നൊക്കെ ഉള്ളതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. ഹലോ, വെൽക്കം ടു മൈ ഹോം. അയ്യോ, അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ ലിവിങ് റൂം. എനിക്ക് തോന്നുന്നു ഒരാൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ നമ്മൾ വരുമ്പോൾ ഒക്കെ ആദ്യം കാണുന്ന ഒരു സ്പേസ് ആയിരിക്കും ഇത്. അപ്പോൾ എപ്പോഴോ തുടങ്ങിയ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് എന്തായാലും എൻ്റെ ലിവിങ് റൂമിൽ ഒരു ഫ്ലോറൽ ഒരു കൈൻഡ് ഓഫ് ചെയർ അല്ലെങ്കിൽ ഒരു സോഫ എന്തായാലും വേണമെന്നുള്ളത്. എപ്പോഴോ ഏതോ ഒരു റെഫറൻസ് കണ്ടപ്പോൾ മുതൽ തോന്നിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ വന്നതാണ് ഈ ഒരു ഫ്ലോറൽ ചെയർ ഇവിടെ. പിന്നെ ടീപ്പോസ് ആണെങ്കിലും ഒക്കെ എനിക്ക് തോന്നുന്നു എല്ലാത്തിലും കുറച്ചൊരു വൈറ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, കുറച്ച് കൂടുതൽ. കബോർഡ്സ് ആണെങ്കിൽ ഒരു വുഡിൻ്റെ കളറും അതല്ലാണ്ട് വൈറ്റുമാണ് ഈ വീട്ടിൽ. പിന്നെ ബ്ലൂ ആണ് കൂടുതലായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു കളർ കോമ്പിനേഷൻ പറയുവാണെങ്കിൽ ഈ ഒരു 4 ആയിരിക്കും. ഒരു പക്ഷേ എൻ്റെ ആഗ്രഹം സാധിച്ചു തരാൻ എൻ്റെ കൂടെ നിന്നത് അല്ലെങ്കിൽ അതിനെക്കാട്ടിലും ഒരു സ്റ്റെപ്പ് മുന്നേ നിന്നത് ഇതിൻ്റെ ഇൻറ്റീരിയർ ഗ്രൂപ്പാണ്, CK ഇൻറ്റീരിയേഴ്സ്. അപ്പോൾ അവരാണ് എൻ്റെ ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ മനസ്സിൽ എന്താണോ അത് ഒത്തിരി സമയമൊന്നുമില്ല, വളരെ ഫാസ്റ്റായിട്ട് തന്നെ അവർ നമുക്ക് ഡിസൈൻ ചെയ്തു തരികയും 3D ചെയ്തു തരികയും. എനിക്ക് തോന്നുന്നു അന്നൊരു പക്ഷേ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മേ ബി ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരിക്കണം, ഓക്കെ ഇവരെ കൊണ്ട് തന്നെ ചെയ്യിക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. ഈ ഒരു വോളായിരിക്കും ഒരു പക്ഷേ ഇനി വരാൻ പോകുന്ന എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഒരു പക്ഷേ എൻ്റെ ഫോട്ടോസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പോകുന്നൊരു വോളായിരിക്കും ഇത്. എസ്പെഷ്യലി ഫോർ ഫോട്ടോഷൂട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ഏരിയ ആണ്. എൻ്റെ വില്ലയ്ക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നമ്മുടെ കുറേ ബീമുകൾ അനാവശ്യമായിട്ടുള്ളത് എൻ്റെ വില്ലയുടെ ഒരു പ്രശ്നമായിരുന്നു. അത് ഇത്രയും സീൽ ചെയ്ത് ഇത്രയും വുഡൻ പാനലിംഗ് ഒക്കെ ചെയ്തിട്ട് ഇത്രയും അടിപൊളിയാക്കി ഞങ്ങൾക്ക് എങ്ങനെയാണ് അവർ ഇങ്ങനെ ചെയ്തു എന്നുള്ളത് ഭയങ്കര വണ്ടറായിട്ടുള്ള ഒരു കാര്യമാണ്. മേ ബി പുതിയ ആൾക്കാർക്ക് അത് കാണുമ്പോൾ അങ്ങനത്തെ ഒരു ഫീലിംഗ് വരികയില്ല. ഈ ഒരു മൊത്തം വീടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ ബ്രില്യൻസ് ഞാൻ പറയുന്നത് ഞങ്ങളുടെ വില്ലയുടെ ലിവിങ് ഏരിയയിൽ സീലിങ്ങിലായിരിക്കും ഞാൻ CK ഗ്രൂപ്പിൻ്റെ ഫസ്റ്റ് ബ്രില്യൻസ് പറയുന്നത്. ഇതെനിക്ക് തോന്നുന്നു CKയുടെ ഒരു ഞങ്ങളുടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു പുതിയൊരു ഡിസൈൻ ആയിരുന്നു ഇത്. ഈ ഒരു ഭിത്തിയും ഇതിൽ നിന്നൊക്കെ ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് മോസ്റ്റ്ലി വൈറ്റും മാഷും അങ്ങനത്തെ കുറച്ച് സോളിഡ് കളേഴ്സാണ്. അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഭയങ്കരമായിട്ട് ഒരു ചേഞ്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളൊരു കളറാണ് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് എന്ന് പറയുന്നത് വിത്ത് ഈ ഒരു ടീക്ക് വുഡ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയുള്ള എൻ്റെ ഫോട്ടോഷൂട്ടിൻ്റെ മെയിൻ ഒരു ബാക്ക്ഗ്രൗണ്ട് ഭിത്തി ഇതായിരിക്കും. പിന്നെ എന്തായാലും എൻ്റെ ഫേവറേറ്റ് ഫുഡ് കഴിക്കുന്ന സ്ഥലം, ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതായിരിക്കും. നമ്മൾക്ക് സ്ട്രെസ്സ് തരാണ്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കാണ്ട് നമ്മുടെ ലൊക്കേഷനിൽ വന്ന് കാര്യങ്ങൾ ചെയ്തിട്ട് പോകുന്ന ഒരു ഗ്രൂപ്പാണ് ഇവർ. എങ്ങനെയാണ് അവർക്കത് അത്ര പ്രൊഫഷണലി ഡീൽ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് എനിക്കറിയില്ല. ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ച് ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു ഏരിയയാണ് ഈ കിച്ചൺ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ CKയിൽ ആദ്യം വിസിറ്റ് ചെയ്യുന്ന ടൈമിൽ അവരുടെ ഡിസ്പ്ലേയിൽ ഉണ്ടായിരുന്ന കിച്ചൻ്റെ ഒരു കളറായിരുന്നു ഇത്. അങ്ങനെ അവിടെ വെച്ച് തന്നെ എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമായെന്ന് ഞാൻ പറഞ്ഞിട്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് അവർ കിച്ചൺ ഡിസൈൻ ചെയ്തപ്പോൾ ആ ഒരു സെയിം ഷെയ്ഡ് തന്നെയാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മുന്നേ എപ്പോഴും ഞാൻ ഷോപ്പിൽ പോയപ്പം എനിക്കിഷ്ടമായിരുന്നു ഇങ്ങനത്തെ പ്രിൻറ്റ് വരുന്ന ടൈൽസ്. അങ്ങനെ ഞാനത് അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവരെനിക്ക് ഡിസൈൻ ചെയ്ത് തന്ന ഒരു കാര്യമാണ് ഈ ഒരു ടൈൽ പ്രിൻറ്റ് ചെയ്ത ഈ ഒരു വോളും അതുപോലെ തന്നെ എൻ്റെ ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ഒരു കളറും വെച്ച് തന്നെയാണ് എനിക്ക് അവർ ഡിസൈൻ ചെയ്ത് തന്നത്. എനിക്കിങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഡെക്കറുകളും എനിക്ക് തോന്നുന്നു ഞാനിത് പർച്ചേസ് ചെയ്തത് ശരിക്കും ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് പോയി
ഇങ്ങനത്തെ ഒരു മിൻ ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. സോ അതിനും മാച്ച് ആവണം, എന്നാൽ എന്തെങ്കിലും ഒരു ഓഫ് വൈറ്റ് സാധനങ്ങൾ വേണം, അധികം ബ്രൈറ്റായി പോകരുത്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയി ഞാനും ബ്രദറും ഒക്കെ കൂടി പർച്ചേസ് ചെയ്ത് വന്നിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് കേട്ടോ ഈ വെച്ചിരിക്കുന്നതൊക്കെ. എനിക്ക് തോന്നുന്നു നമുക്ക് ഇൻറ്റീരിയർ ചെയ്യാനായിട്ട് ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയ വരും അവരുടെ സ്റ്റുഡിയോ കാണുമ്പോൾ. കാരണം അത്രയും ഡിസ്പ്ലേ അവരവിടെ ഇങ്ങനെ മോക്കപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കിച്ചൺ ആണെങ്കിലും ലിവിങ് ഏരിയസ് ആണെങ്കിലും ഡൈനിങ് ഏരിയസ് ആണെങ്കിലും ബെഡ്റൂം ഏരിയസ് ആണെങ്കിലും. ഞാൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ തന്നെ കുറേ നാളായിട്ട് ഇത് പ്ലാൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്ന് കുറച്ചൊരു കൺസെപ്റ്റ് ആയിട്ടാണ് ഞാൻ പോയത്. പക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ കൺസെപ്റ്റിനെക്കാട്ടിലൊക്കെ ഉപരി അതിനെയൊക്കെ മാറ്റി മറിച്ചുകൊണ്ട് വേറൊരു സാധനമാണ് ഞങ്ങളിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം. ഇവിടെ ഈ ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണുള്ളത്. സോ ഇതാണ് ഈ പറഞ്ഞതുപോലെ എല്ലാം ഒരു സോളിഡ് കൈൻഡ് ഓഫ് കളേഴ്സാണ്. ഇവിടെ എവിടെയും ഒരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കളർ കാണാൻ പറ്റില്ല. മേ ബി എൻ്റെ ഉടുപ്പ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഈ ആളെ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ ഒക്കെ വഴി എല്ലാവർക്കും അറിയാം. എൻ്റെ ബ്രദറിൻ്റെ കുഞ്ഞാവയാണ് എൻ്റെ മറ്റൊരു ഹാപ്പിനെസ്. അപ്പോൾ ഒരു പക്ഷേ അവരൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൊക്കെ വരുമ്പോൾ അവർക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് പോലെ, ഒരു ചെറിയൊരു സ്പേസ് പോലെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. വേറൊരു മെയിൻ ഏരിയ ഇതാണ്. അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് റെഡിയായി പോകണം എന്നുണ്ടെങ്കിലുള്ളൊരു മേക്കപ്പ് ലൈറ്റും ഒരു സിറ്റിംഗ് ചെയറും ഒക്കെ വെച്ചിട്ട് ചെറിയൊരു രീതിയിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ. എനിക്ക് തോന്നുന്നു ആർട്ടിസ്റ്റുകൾക്ക് മനസ്സിലാവും ഈ ഒരു മിറർ നമ്മൾ മേക്കപ്പിൻ്റെ ടൈമിൽ ലൈറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു മിററാണ്. ആർട്ടിസ്റ്റുകൾക്ക് മേ ബി കുറച്ചും കൂടി പെട്ടെന്ന് മനസ്സിലാവും. ഒരു പക്ഷേ എൻ്റെ അടുത്ത് ഈ ഒരു വീട്ടിൽ എൻ്റെ ഏറ്റവും ഒരു ഫേവറേറ്റ് കുറേ പ്ലേസസ് ഉണ്ട്. എന്നാൽ പോലും കുറച്ചും കൂടി ഒരു സ്പെഷ്യൽ ഇഷ്ടം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഈ ഒരു ഏരിയ ആയിരിക്കും പറയുന്നത്. കാരണം എനിക്ക് ഐഡിയൽസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ക്രേസ് ഉള്ള ഒരാളാണ്. ഇതൊരിക്കലും ഈ ഒരു വീട് വെച്ചപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് വാങ്ങിയതൊന്നുമല്ല. ആ ഐറ്റംസും ഉണ്ട്. എന്നാൽ പോലും ഇത് കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പീസസ് ആണ്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഐഡിയൽസ് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ ബ്രാസിൻ്റെ ഐറ്റംസ്, ഗണപതി, കൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ. എനിക്കിങ്ങനെ കയറി വരുമ്പോൾ കാണാനാണെങ്കിലും കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറയാനാണെങ്കിലും ഇഷ്ടമുള്ളൊരു പ്ലേസാണ് ഈ വീട്ടിൽ. ഇവരെടുത്ത് വർക്കൊക്കെ കമ്മിറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടാണ് ഇവരൊരു കാര്യം പറഞ്ഞത്. ഇവരുടെ വർക്ക്സിന് ഇവർ 10 ഇയർ വാറണ്ടി തരുന്നുണ്ട് എന്നുള്ളത്. ഒരു ഇൻറ്റീരിയർ ഗ്രൂപ്പ് അവരുടെ വർക്കിന് 10 വർഷത്തെ വാറണ്ടി തരിക എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ കേട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ്. അവരത്രയും ഉറപ്പിൽ അത് പറയുന്നുണ്ടെങ്കിൽ അവരുടെ പ്രോഡക്റ്റിൽ അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അവർ നമുക്ക് ചെയ്തു തരുന്ന ആ ഒരു വർക്കിൽ അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഗ്രൂപ്പിന് 10 വർഷം, ഓക്കെ, 1 അല്ല 2 അല്ല 10 വർഷം അവർക്ക് വാറണ്ടി തരാൻ പറ്റുള്ളൂ. അതായിരിക്കും എനിക്ക് ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് പറയേണ്ട ഏറ്റവും ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മേ ബി അതായിരിക്കും. ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലായിരിക്കും. ആൾക്കാരൊക്കെ പറയാറുണ്ട് ഡൈനിങ് ഏരിയയിൽ തന്നെ, അല്ലെങ്കിൽ ഡൈനിങ് ഏരിയയിൽ തന്നെ ഫുഡ് കഴിക്കണം എന്നല്ല, ടി വിയുടെ മുമ്പിൽ ഫുഡ് കൊണ്ടുവന്ന് കഴിക്കാണ്ടിരിക്കുക, നമ്മളിരിക്കുന്ന സോഫയിൽ കൊണ്ടുവന്ന് കഴിക്കാണ്ടിരിക്കുക എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് എപ്പോൾ ഫുഡ് എടുത്താലും നേരെ വരിക, ടി വി വെക്കുക, ഫുഡ് കഴിക്കുക, ഈ ഒരു രീതിയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു വീടിനകത്ത് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നൊരു ഏരിയ എന്ന് പറയുന്നത് ഇതായിരിക്കും. അത് ടി വി കാണാനാണെങ്കിലും ഫുഡ് കഴിക്കാനാണെങ്കിലും ഫ്രണ്ട്സ് എല്ലാം കൂടെ വരുമ്പോൾ ഇരുന്ന് സംസാരിക്കുന്നതാണെങ്കിലും ഞങ്ങളുടെ ഒരു യൂട്ടിലിറ്റി ഏരിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും ചിലപ്പോൾ അത് ഏറ്റവും കൂടുതൽ ടൈം ഇവിടെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയയിൽ എനിക്ക് സന്ധ്യയ്ക്ക് ഒരുപാട് വെയിലത്ത് നമുക്ക് അങ്ങനെ വന്നിരിക്കാൻ പറ്റില്ല, കാരണം അവിടുന്ന് ജനലിൽ നിന്ന് ഭയങ്കരമായിട്ട് വെയിലടിക്കും. പക്ഷെ സന്ധ്യയ്ക്ക് ഒരു 5 മണി 5:30 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ വന്നിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വിളക്ക് കത്തിക്കുന്ന ആ ഒരു സമയത്തൊക്കെ ഇവിടെ വന്നിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുക്സൊക്കെ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വായിക്കണമെങ്കിൽ ഇനി അതൊക്കെ പോട്ടെ, മൊബൈൽ ഇനി നോക്കിക്കൊണ്ടിരിക്കാനാണെങ്കിലും ഈ ഒരു ഏരിയ പ്രിഫർ ചെയ്യാറുണ്ട് കൂടുതൽ. അതെന്തോ ഈ ഒരു വിൻഡോസ് ആണോ, ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഒരു ഭംഗിയാണോ, അങ്ങോട്ടേക്കുള്ള വ്യൂ ആണോ, അങ്ങനെ അറിയില്ല. പക്ഷെ എന്തോ അങ്ങനെ ആ ഒരു വ്യൂവിൽ ഇവിടെ വന്ന് അങ്ങനെ കുറച്ച് നേരം ഇരിക്കാനായിട്ട്
ഇഷ്ടപ്പെടാറുണ്ട്. അപ്പോ ഇതാണ് എന്റെ ബെഡ്റൂം. എന്റെ ഒരു ദിവസം അവസാനിക്കുന്ന ഈ റൂമിനകത്താണ്. അപ്പൊ ഇതാണ് എനിക്ക് തോന്നുന്നു ഇവിടെ ഈ വില്ലയില് ഈ വീട്ടിലൊരു 3 ബെഡ്റൂമാണുള്ളത്. സോ അതില് കുറച്ച് വലിപ്പം കൂടുതലുള്ളത് ഈ ഒരു റൂമിലാണ്. ഫ്രണ്ടിന്റെ വീടിന്റെ ഹൗസ് വാമിങ്ങിന് അവരുടെ വീട്ടിൽ പോയപ്പോഴാണ് ഞാൻ ഇവരുടെ ഫസ്റ്റ് വർക്ക് കാണുന്നത്. കാരണം ഇവർ കോട്ടയം ബേസ്ഡ് ആണ്. പെൺകുട്ടികളായതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് അവിടുത്തെ മേക്കപ്പ് ഏരിയയും അല്ലെങ്കിൽ ഒരു ഡ്രസ്സിങ് യൂണിറ്റും അവിടുത്തെ കബോർഡ്സ് ഒക്കെ ആയിരിക്കും. ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഏറ്റവും ആദ്യം നമ്മൾ പോകും, അല്ലെങ്കിൽ നമ്മളൊരു വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് നമ്മൾ ഓടി പോകുമ്പോഴത്തേക്ക് നമ്മളൊരു ഫംഗ്ഷന് മുന്നേ ഓടി പോകുന്നത് കണ്ണാടിയിൽ പോയിട്ട് സുന്ദരി ആവാൻ വേണ്ടിയിട്ടായിരിക്കും. അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ട ഡ്രസ്സിങ് യൂണിറ്റാണ് ഫസ്റ്റ് ഞാൻ നോട്ട് ചെയ്ത കാര്യം. സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഡ്രസ്സിങ് യൂണിറ്റ് കണ്ടിട്ടാണ് ഞാൻ വണ്ടറായത്. നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുള്ള കബോർഡ്സ് ഞാൻ നേരിട്ട് കണ്ടത് ശരിക്കും എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിലാണ്. അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത്, ഇത് എവിടെയാണ് ചെയ്തത്, ഇത് ആരാ ചെയ്തത്? അങ്ങനെയാണ് അവൾ പറയുന്നത്, CK ഗ്രൂപ്പാണ് ചെയ്തത്, കോട്ടയത്താണ്, നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് CK ഗ്രൂപ്പിനെ ഞങ്ങൾ കാണാൻ പോകുന്നതും അതിൻ്റെ ഓണർ ജിബിൻ ചേട്ടനെ പരിചയപ്പെടുന്നതും ഒക്കെ. അങ്ങനെയാണ് ശരിക്കും ഞാൻ അവരിലേക്ക് എത്തുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ ആണ്. അപ്പൊ ഇതാണ് എൻ്റെ ഒരു ഡ്രസ്സിംഗ് ഏരിയ, ഒരു മേക്കപ്പ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയും. എൻ്റെ ബെഡ്റൂമിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. CKയിലോട്ട് ഞാൻ എത്തുന്നത് എൻ്റെ ഫ്രണ്ടിന്റെ വീടിന്റെ ഈ ഒരു ഏരിയ കണ്ടിട്ടാണ്. നമ്മുടെ ലിമിറ്റേഷൻ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് സെറ്റ് ചെയ്ത് തന്നൊരു ഏരിയ ആണത്. എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതൽ നേരം നമ്മൾ റെഡി ആവാനൊക്കെ ആയിട്ട് എടുക്കുന്ന ഒരു ഏരിയ, അല്ലെങ്കിൽ ഞാൻ റെഡി ആവുമ്പോൾ നോക്കുന്ന ഒരു ഏരിയ ഇതായിരിക്കും. പിന്നെ ബാക്കി എല്ലാം കബോർഡ്സ്, ഈ സൈഡ് ആണെങ്കിലും ഓപ്പോസിറ്റ് സൈഡ്സ് ആണെങ്കിലും കബോർഡ്സ് അറ്റാച്ച്ഡ്. ഇത്രയാണ് എൻ്റെ ബെഡ്റൂം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഏറ്റവും കൂടുതൽ തനി ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ തനി ചെലവഴിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു വീട്ടിലെ 3ാമത്തെ ബെഡ്റൂം. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ട ബെഡ്റൂമിൻ്റെ അതേ വലിപ്പത്തിലും അതിൻ്റെ നേരെ മുകളിൽ വരുന്ന റൂമാണിത്. ബ്രദറാണിത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഉള്ള സ്പേസിൽ നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഡെക്കോസൊക്കെ വെച്ചിട്ട് ഭയങ്കര എന്താ സിമ്പിളായിട്ട് ചെയ്തൊരു റൂമാണ്. ഇനി ഞങ്ങൾക്ക് ബുദ്ധനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് 2-3 ബുദ്ധൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെയിം കോമ്പിനേഷൻ ആസ് നമ്മുടെ പഴയതുപോലത്തെ ആഷും വൈറ്റും അതുപോലെ തന്നെ ആ ഒരു ടീ കൂട്ടിൻ്റെ കോമ്പിനേഷനൊക്കെ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് എൻ്റെ ഓപ്പോസിറ്റ് കാണുന്നൊരു മിറർ എന്ന് പറയുന്നത്. കുറച്ച് ചെറിയ ചെറിയ കുട്ടി മിറേഴ്സ് വെച്ചിട്ടാണ് ഇവിടെ ഞങ്ങൾ റെഡി ആവാനുള്ളൊരു മിറർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതെനിക്ക് ഈ റൂമിനകത്ത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മിററാണ്. ഇതാണ് ശരിക്കും എൻ്റെ ലോകം. എൻ്റെ ഫാമിലി മുതൽ എൻ്റെ ലൈഫിൽ എനിക്ക് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ലാത്ത എൻ്റെ കുറച്ച് കൂട്ടുകാരാണ് ഇവരെല്ലാവരും. എനിക്ക് തോന്നും ഒരു 2-3 പേരുടെ ഫോട്ടോസ് മാത്രം ചിലപ്പോൾ ഉണ്ടാവില്ല. അതല്ലാണ്ട് ഇതാണ്, ഇവരില്ലാണ്ട് ഞാൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. എൻ്റെ ലോകം എന്ന് പറയുന്നത് ഇതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഭിത്തി ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് കൊടുത്തത്. എനിക്ക് ഇത് കാണുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ കയറി വരുമ്പോൾ എനിക്ക് ഇത്രയും പേരെയും കാണുന്നത് എനിക്ക് എപ്പോഴും ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ഇഷ്ടങ്ങളാണ് ഈ വീടിനകത്തുള്ളത്, എൻ്റെ ഹാപ്പിനെസ്സാണ് ഈ വീടിനകത്തുള്ളത്. ഒരു പക്ഷേ അനുശ്രീന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ചേരുന്നതാണ്. എൻ്റെ വീട് എന്ന് തന്നെയാണ് ഞാൻ എൻ്റെ ഈ വീടിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ വീടാണ്, എൻ്റെ ഇഷ്ടങ്ങളാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിപ്പോൾ ഈ കണ്ടതൊക്കെയാണ് എൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. എൻ്റെ വീടിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും എൻ്റെ ആ ഒരു പുതിയ വീടിൻ്റെ ചടങ്ങിൻ്റെ ഫംഗ്ഷനൊക്കെ കണ്ടിട്ട് എനിക്ക് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞ് എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുകയാണ്. കാരണം മേ ബി നിങ്ങളുടെ ആ ഒരു എൻക്വയറി ആയിരിക്കാം എന്നെ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചതും. അപ്പം എല്ലാവരോടും നന്ദി പറയുകയാണ്. മെയിൻലി എൻ്റെ പേരൻസ്, അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, എല്ലാവരെയും ഞാൻ ഈ മൊമെൻറ്റിൽ ഓർക്കുന്നു. അതുപോലെ തന്നെ ഏറ്റവും വലിയ താങ്ക്സ് എന്ന് പറയുന്നത് ജിബിൻ ചേട്ടനാണ് ആൻഡ് ദ CK ഗ്രൂപ്പ്. അപ്പം CK ഇൻറ്റീരിയേഴ്സ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു വീട്. എനിക്ക് തോന്നുന്നു ഈ വീട്ടിലേക്ക് വലതുകാലം വെച്ച് കയറുമ്പോൾ ഉള്ള ടൈല് മുതൽ എല്ലാം, ദ പെയിൻസ്, കർട്ടൻ, ഫർണിച്ചേഴ്സ് എല്ലാം എനിക്ക് തോന്നുന്നു ഞാനിവിടെ അറിയാത്ത പല കാര്യങ്ങൾ പോലും അവരാണ് ഏറ്റവും ബെറ്ററായിട്ട് എൻ്റെ ഇഷ്ടമറിഞ്ഞ് ഞാൻ പ്രതീക്ഷിച്ചതിലും ഒരു 10 പടി മുന്നേ അവരാണ് ചെയ്തിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ നന്ദി CK ഇൻറ്റീരിയേഴ്സിൻ്റെ അടുത്താണ് പറയുന്നത്. എൻ്റെ
സ്വപ്നം സാക്ഷാത്കരിച്ച് തന്നതിന് ഒരുപാട് നന്ദി. നിങ്ങൾക്കും നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെയും ആഗ്രഹമായിരിക്കും ഒരു വീട് സ്വന്തമാക്കാൻ കഴിയുക എന്നുള്ളത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓരോരുത്തരുടെയും ആഗ്രഹം ഈശ്വരൻ സാധിച്ചു തരട്ടെ. താങ്ക് യു.